വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് 2024 റിപ്പോർട്ടിലാണ് ഉരുൾപൊട്ടൽ ദുരന്തവും ഉൾപ്പെടുത്തിയത്. 2024 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ 151 അഭൂതപൂർവമായ കാലാവസ്ഥാ ദുരന്തങ്ങളാണ് പട്ടികയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പട്ടികയിൽ ഈ ദുരന്തം ഉൾപ്പെടുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കമൽ? മോത്തി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ദേശീയ ദുരന്തമാണോ അതിതീവ്ര ദുരന്തമാണോ എന്നൊക്കെ കേന്ദ്ര സർക്കാർ വളരെ ആലോചിച്ച് സമയമെടുത്തൊക്കെയാണ് അതിലൊക്കെ ഉൾപ്പെടുത്തിയത്. അത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ ഈ റിപ്പോർട്ട് കാണാൻ. ഐക്യരാഷ്ട്രസഭ എന്തായാലും 2024 കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഈ ഭൂമുഖത്തുണ്ടായ അതിതീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിലാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സംഘടനയാണ്. അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് ക്ലൈമറ്റ് 2024 റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഈ ദുരന്തവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 48 മണിക്കൂറിനുള്ളിൽ 500 മില്ലിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് പെയ്തത്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാറ്റമാണ്. ഈ അത്രയും ചുരുങ്ങിയ സമയത്ത് ഇത്രയും മഴ പെയ്യുക എന്നത്. അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് 3 ഗ്രാമങ്ങൾ ഇല്ലാതായത് എന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ദുരന്തത്തോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗവും ഉത്തരേന്ത്യയിലെ വെള്ളപ്പൊക്കവും അടക്കം 7 സംഭവങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അതിരൂക്ഷമായ ദുരന്തങ്ങൾ ഇനിയും സംഭവിക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ് റിപ്പോർട്ടിലുള്ളത്. കാരണം അന്തരീക്ഷ ഊഷ്മാവ് രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ഭൂമിയിൽ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു 2024 എന്ന റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ സമുദ്രനിരപ്പ് ഏറ്റവും കൂടുതൽ ഉയർന്ന വർഷം, സമുദ്ര ഊഷ്മാവ് കൂടിയ വർഷം, ഇതൊക്കെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരാശിയെ ഗുരുതരമായി ബാധിച്ചേക്കാവുന്നതിൻ്റെ സൂചനകളാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ടിൽ ഉള്ളത്. മോത്തി.